തിരുവനന്തപുരം നഗരത്തെ നടുക്കിയ രണ്ട് യുവ ഐ.ടി. ജീവനക്കാരുടെ ദാരുണമായ അപകടമരണത്തിൽ അപ്രതീക്ഷിതമായ വഴിത്തിരിവ്. ബൈക്ക് തനിയെ നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണെന്ന പ്രാഥമിക നിഗമനങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. അമിത വേഗതയിലെത്തിയ കാർ ഇവർ സഞ്ചരിച്ച ബൈക്കിന് പിന്നിൽ ശക്തമായി ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. തിരുവല്ലം പോലീസിന് തോന്നിയ നിർണായക സംശയമാണ് കേസ് അന്വേഷണത്തിൽ വലിയ വഴിത്തിരിവായി മാറിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബൈക്കിൽ ഇടിച്ച ആഡംബര കാർ മലയൻകീഴിലെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കാർ ഓടിച്ചിരുന്ന മലയൻകീഴ് സ്വദേശിയായ വിപിൻ എന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബൈക്ക് യാത്രികരെ ഇടിച്ചിട്ട ശേഷം ഭയന്നു പോയതിനാലാണ് വണ്ടി നിർത്താതെ ഓടിച്ചു പോയതെന്ന് പ്രതി വിപിൻ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. അപകടം നടക്കുന്നതിന്റെ വ്യക്തമായ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭ്യമായി. എറണാകുളം സ്വദേശി നവീൻ സിബി, തൊടുപുഴ സ്വദേശിനി മൃദുല ആൻ ഉമ്മൻ എന്നിവരാണ് ഇന്നലെ തിരുവല്ലത്തുണ്ടായ ഈ ദാരുണമായ അപകടത്തിൽ ഒരേ സമയം ജീവൻ വെടിഞ്ഞത്. രണ്ടുപേർക്കും 25 വയസ്സായിരുന്നു പ്രായം. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ പ്രമുഖ IT കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു നവീൻ. കിൻഫ്രയിലെ IT കമ്പനിയിലെ ജീവനക്കാരിയായിരുന്നു മൃദുല. ഇന്നലെ നവീന്റെ 25ാം ജന്മദിനമായിരുന്നു. ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സുഹൃത്തായ മൃദുലയ്ക്കൊപ്പം കോവളം ഭാഗത്തേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു നവീൻ. തിരുവല്ലം ടോൾ പ്ലാസ കഴിഞ്ഞ ഉടനെയായിരുന്നു ഇവരുടെ ജീവനെടുത്ത ദുരന്തം അരങ്ങേറിയത്. അമിത വേഗത്തിൽ പിന്നിൽ നിന്നെത്തിയ കാർ ബൈക്കിനെ ഇടിച്ച് വായുവിൽ ഉയർത്തുകയായിരുന്നുവെന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ നവീന്റെയും മൃദുലയുടെയും തലയ്ക്കാണ് അതീവ ഗുരുതരമായി തന്നെ പരിക്കേറ്റത്. ബൈക്കിന്റെ പിന്നിലിരുന്ന മൃദുല റോഡിൽ നിന്നും ഏറെ ദൂരേക്ക് തെറിച്ചു പോവുകയായിരുന്നു. തലയിടിച്ച് വീണു. അപകടം നടന്നയുടനെ നാട്ടുകാരും ഹൈവേ പോലീസും ചേർന്ന് ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനോടകം തന്നെ രണ്ടുപേരും മരണപ്പെട്ടിരുന്നുവെന്ന് തിരുവല്ലം പോലീസ് അറിയിച്ചു. തുടക്കത്തിൽ സാധാരണ ഒരു ബൈക്ക് അപകടമെന്ന രീതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. റോഡിലെ ബ്രേക്ക് അടയാളങ്ങളും ബൈക്കിന്റെ പിൻഭാഗത്തുണ്ടായ തകരാറുകളും പരിശോധിച്ച തിരുവല്ലം പോലീസിന് സംശയം തോന്നുകയായിരുന്നു. തുടർന്ന് ടോൾ പ്ലാസയിലെയും സമീപത്തെ കടകളിലെയും CCTV ദൃശ്യങ്ങൾ വ്യാപകമായി പരിശോധിച്ചപ്പോഴാണ് കാർ ഇടിച്ചു തെറിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന ദൃശ്യം പോലീസിന് മുന്നിലെത്തിയത്. അപകടമുണ്ടാക്കിയ കാറിന്റെ നമ്പർ പ്ലേറ്റ് CCTVയിൽ നിന്നും തിരിച്ചറിഞ്ഞ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ ദ്രുതഗതിയിലുള്ള അന്വേഷണമാണ് പ്രതി വിപിനിലേക്ക് എത്തിച്ചത്. മലയൻകീഴിലുള്ള ഇയാളുടെ വീട്ടിൽ കാർ ഒളിപ്പിച്ച നിലയിലായിരുന്നു. കാറിന്റെ മുൻഭാഗം ഇടിയുടെ ആഘാതത്തിൽ തകർന്ന നിലയിലാണ്. ഒരു ജന്മദിനാഘോഷയാത്ര രണ്ട് യുവ ടെക്കുകളുടെ ദാരുണമായ അന്ത്യത്തിൽ കലാശിച്ചതിന്റെ ഞെട്ടലിലാണ് തിരുവനന്തപുരത്തെ IT കൂട്ടായ്മയും ഇവരുടെ സഹപ്രവർത്തകരും. പ്രതി വിപിനെതിരെ നരഹത്യ ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. വരും മണിക്കൂറുകളിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും.